ദൈവത്തിന്റെ ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വളരെ ബഹുമാന്യനായ ഞാനേറെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ട ഷാജു പാസ്റ്ററോടും തൻ്റെ വിലപ്പെട്ട കുടുംബത്തോടും അവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭാമക്കളോടും ചേർന്നൊരു പ്രാവശ്യം കൂടെ സൂമിൽ ഇങ്ങനെ വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കേറെ ഇഷ്ടമുള്ള സ്നേഹമുള്ള മക്കളെ കരുതുന്നത് പോലെ, മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ കുടുംബമായി സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ് പ്രിയപ്പെട്ട ഷാജു പാസ്റ്ററും കുടുംബവും. ദീർഘമായ 6 വർഷങ്ങൾ കർത്താവിന്റെ ദാസിയുടെ പാസ്റ്ററായിട്ട് ഒഴിവൻപാറയിലായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ, തൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ആഴമായ സ്നേഹബന്ധം, അതേപോലെ ഷാജു പാസ്റ്ററുടെ ഭവനത്തിലെ എല്ലാവരുമായിട്ടുള്ള പിതാവുമായി മാതാവുമായി സഹോദരങ്ങൾ എല്ലാവരുമായിട്ടുള്ള വലിയ ബന്ധം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കാത്തു സൂക്ഷിപ്പാൻ ആത്മാവിൽ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഈ 5ാമത്തെ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ വചനത്തിലൂടെ, ആത്മാവിന്റെ ദൂതുകളിലൂടെ, മനോഹരമായ ആത്മീക ഗാനങ്ങളിലൂടെയൊക്കെ നമ്മോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ കുഞ്ഞുങ്ങൾക്കും കർത്താവിന്റെ ദാസനും തൻ്റെ ചുമതലയിൽ അവിടെ വിവിധ ഇടങ്ങളിലായി നടന്നു വരുന്ന എല്ലാ സഭകളിലുള്ള ശുശ്രൂഷകൾ വഹിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹവും എൻ്റെ ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നമ്മളെ ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസവും പ്രാർത്ഥനയും നിരന്തരമായി നടക്കുന്ന ഒരു സഭയായതുകൊണ്ടും അവിടെ അത്ഭുതകരമായ നിലയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു എന്നുള്ളതും പലയിടങ്ങളിലായി സഭകൾ സ്ഥാപിപ്പാനും അവിടെ മനോഹരമായ സ്ഥലം വാങ്ങി അനുഗ്രഹിക്കപ്പെട്ട സ്വന്തമായ ആരാധനാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായി ഇനിയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിലെ പ്രാർത്ഥിക്കുന്നു. മുഖവരകൾ പറഞ്ഞൊന്നും ഞാൻ സമയം കളയാതെ അല്പനിമിഷങ്ങൾ ദൈവവചന ധ്യാനത്തിനായി നമ്മൾ സമയം വേർതിരിക്കുകയാണ്. നമുക്കതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. ഏറെ സുപരിചിതമായ അനുഗ്രഹീതമായ വേദഭാഗമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങൾ. അത് പ്രസംഗിച്ച് കേൾക്കാത്തവരാരും തന്നെ ഒരുപക്ഷെ കാണത്തില്ല. ഞാനിവിടെ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാലും. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൽ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഏറെ അധികം പ്രാവശ്യം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ വാക്യമെന്ന് എനിക്ക് നന്നായിട്ടറിയും. കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറിയ പങ്ക് നടന്നത് ഗലീലയിലാണ്. നീയും ഗലീലക്കാരനോ എന്ന് യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം ഗലീലയുടെ ചുമതല വഹിച്ചിരുന്ന ഹെരോദാവിന്റെ അടുക്കലേക്ക് യേശുവിനെ വിസ്തരിക്കാനായിട്ട് വിടാനുണ്ടായ കാരണം
ഗലീലക്കാരൻ എന്നുള്ള ആ വെളിപ്പെടുത്തലില്ല. യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്, യഹൂദയിലെ ബേത്ലഹേമിലാണ്. വാസ്തവത്തിൽ അറിയപ്പെട്ടിരുന്നത് ബേത്ലഹേമനായ യേശു എന്നാണ് അറിയപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ജനനം കൊണ്ട് ബേത്ലഹേമിലായിരുന്നെങ്കിലും താൻ വളർന്നത് ഗലീലയിലെ നസറേത്ത് എന്ന പ്രസിദ്ധമായ സ്ഥലത്താണ്. അവിടെ ധാരാളം ഗ്രാമങ്ങൾ, ധാരാളം സ്ഥലങ്ങൾ, ഏതാണ്ട് 22-ലധികം വരുന്ന പട്ടണങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് ഈ തിരുവഴുത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പേജില് പുതിയ നിയമകാലത്തെ പലസ്തീൻ നാടെന്നും ഒരു പടമുണ്ട്. അവിടെ നോക്കിയാൽ നമുക്കറിയാം. യഹൂദ, ഗലീല, ശമരിയ എന്നീ 3 പ്രവിശ്യകളായി കിടക്കുന്ന ഇസ്രായേലിന്റെ സ്ഥലം, ഗലീല, ശമരിയ, യഹൂദ എന്ന 3 പ്രവിശ്യകളായി കിടക്കുന്ന സ്ഥലത്തിൽ ഗലീല എന്ന സ്ഥലത്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 36 അത്ഭുതങ്ങൾ 3 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയതിൽ 19 എണ്ണവും നടന്നത് ഈ ഗലീല എന്ന പ്രാന്തപ്രദേശങ്ങളിലാണ് എന്ന് കാണാം. കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഒരു 90% ഉപമകളും പറഞ്ഞത് ഈ ഗലീലയിൽ വെച്ചാണ്. കോരശീന്, കബർന്നഹോമ്, മഗധ, ഗലീലയിലെ കാനാവ്, തിബിരിയാസ്, നസറേത്ത്, നയീന്, ദെക്കപ്പൊലി, ബെത്സയിദ, ഗദര തുടങ്ങിയുള്ള സ്ഥലങ്ങളെല്ലാം നിറഞ്ഞതാണ് ഗലീല എന്ന് പറയുന്നതായ സ്ഥലം. അവിടെ ലെബാനോൻ പർവ്വത നിരകളിൽ നിന്നും ഹെർമോൻ പർവ്വത നിരകളിൽ നിന്നും ഒഴുകി വരുന്ന 2 ഉറവകൾ ക്രമേണ യോർദാൻ എന്ന നദിയായി ഒഴുകി പിന്നത്തേതിൽ താഴേക്ക് വരുമ്പോൾ ഒരു വലിയ ശുദ്ധജല തടാകമായി മാറി വീണ്ടും അതൊഴുകി ചാവുകടലിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ തടാകം ഒരു കടലല്ല എങ്കിലും കടലായിട്ടാണ് അറിയപ്പെടുന്നത്. അനേക പേരുകളാണ് കടലിന്. ഗലീല കടൽ എന്നൊരു കൂട്ടര്, തിബിരിയാസ് കടൽ എന്ന് മറ്റൊരു കൂട്ടര്, ഗന്നസരേത്ത് തടാകമെന്ന് മറ്റൊരു കൂട്ടര്, ദാവീദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിന്നരം എന്ന പേരിൽ കിന്നോരോത്ത് എന്ന മറ്റൊരു പേര്, അങ്ങനെ വിവിധങ്ങളാകുന്ന പേരുകൾ ഈ തടാകത്തിനുണ്ട്. ഈ തടാകത്തോടും ചുറ്റുമുള്ള സ്ഥലങ്ങളുമാണ് ശുശ്രൂഷയുടെ ഏറിയ പങ്കും നടന്നത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ശലോമോൻ ദേവാലയം പണിതപ്പോൾ ഹീരാം എന്ന് പറയുന്ന ആ മാന്യനായ രാജാവ് ധാരാളം സരളവൃക്ഷങ്ങളും മറ്റ് അനവധി തടികളും ശലോമോന്റെ ആലയം പണിക്കും രാജധാനി പണിക്കുമായി സൗജന്യമായി കൊടുത്തത് കൊണ്ട് ഹീരാം എന്ന് പറയുന്ന ഈ രാജാവിന് ഈ ഗലീല എന്ന് പറയുന്ന പ്രദേശത്തെ ഏതാണ്ട് 20-ലധികം പട്ടണങ്ങൾ സൗജന്യമായിട്ട് ശലോമോൻ കൊടുത്തതും അത് കാണാനായിട്ട് ഹീരാം വന്നതും, ഹീരാമിന് ആ ദേശം ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് ആ സ്ഥലത്തിന് കാബൂൾ ദേശമെന്ന് പേരിട്ടു. അർത്ഥം ഡാർക്ക്നെസ് എന്നോ അല്ലെങ്കിൽ അന്ധതയുടെ ദേശമെന്നോ അജ്ഞതയുടെ ദേശമെന്നോ അതെ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന മരണത്തിന്റെ താഴ്വരയുള്ള ദേശമെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയ എന്ന സ്ഥലത്തേക്ക് ചെല്ലുവാനിടയായി തീർന്നത്. തന്റെ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേരും ഗലീലയോട് ബന്ധപ്പെട്ടവരാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ സർവജ്ഞാനികളൊന്നും അല്ലാത്ത സാധാരണക്കാരായ ഒരു കൂട്ടം ആളുകളെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. ആ ശിഷ്യന്മാരെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടാണ് കർത്താവ് ഈ ദേശത്തേക്ക് പോകുന്നത്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഫിലിപ്പിന്റെ കൈസരിയ എന്ന സ്ഥലം, അതെ, ഫിലിപ്പ്, അലക്സാണ്ടർ, മഹാനായ ഹെരോദാവ് എന്നിവർ പല പ്രാവശ്യം പണി കഴിപ്പിച്ച ഈ മനോഹരമായിരിക്കുന്ന ഈ പട്ടണം, അതേ, ബാൽ വിഗ്രഹങ്ങൾ 14 അവിടെ ഉണ്ടെന്നാണ് ചരിത്രം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. വലിയ 14 ബാൽ വിഗ്രഹങ്ങൾ. ഫിലിപ്പിന്റെ ഒരു വലിയ പ്രതിമ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഫിലിപ്പിന്റെ കൈസരിയിൽ ഉയർന്നു നിൽക്കുന്ന ഫിലിപ്പിന്റെ പ്രതിമ കാണാനായിട്ട് കഴിയുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ തന്നെ മറ്റ് 14 അസേരയുടെ പ്രതിമകളുണ്ട്. പിന്നെ പാൻ എന്ന് പറയുന്ന അവരുടെ ഒരു യവനായ ദൈവത്തിന്റെ പ്രതിമയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-30 പ്രതിമകൾ നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം
ഓരോ കാലഘട്ടങ്ങളിൽ തകർന്ന് തരിപ്പണമാകുവാനിടയായി. അങ്ങനെ ഓരോരുത്തരും മരിച്ചപ്പോൾ, ഫിലിപ്പ് മരിച്ചപ്പോൾ, അലക്സാണ്ടർ മരിച്ചപ്പോൾ, ഹേരോദാവ് മരിച്ചപ്പോഴൊക്കെ മരണം കൊണ്ട് ഈ പട്ടണങ്ങൾ തകർന്ന് തരിപ്പണമായെടുത്ത് നിന്നുകൊണ്ട് യേശു അത് പറയുകയാണ്, ഞാൻ പണിയും. മരണം കൊണ്ട് എല്ലാവരുടെയും തകർന്നപ്പോൾ മരണം കൊണ്ട് പണിതവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. നിങ്ങൾക്ക് ഒരു മനസ്സിലാകാൻ വേണ്ടി ഞാൻ മുഖവരകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ 3 പ്രസിദ്ധരായ രാജാക്കന്മാര്, ഒരു സാമ്രാജ്യത്തിന്റെ അധിപനും 2 രാജാക്കന്മാരും പണിതത് മരണം കൊണ്ട് തകർന്നു പോയപ്പോൾ മരണം കൊണ്ട് സഭ എന്ന മഹത്തായ ദൈവത്തിന്റെ കാന്തിയായ മണവാട്ടിയെ പണിതവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ആ കർത്താവ് ഈ ഫിലിപ്പിന്റെ കൈസരിയിലേക്ക് തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അവര് അതിന് പലവിധമായ ഉത്തരങ്ങൾ പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായതായ ചിന്തകൾ, മറ്റുള്ളവരുടെ പറച്ചിലുകളൊക്കെ പറഞ്ഞു. പ്രവാചകന്മാരിൽ ഒരാളാണെന്ന് പറഞ്ഞു. ഇരമ്യാവോ അതോ യെഹെസ്കേലോ അതോ ഈ അടുത്ത കാലം തലവെട്ടിക്കളഞ്ഞ യോഹന്നാൻ മടങ്ങി വന്നതായെന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതേ പഴയ നിയമ പുസ്തകത്തിൽ അറിയപ്പെടുന്ന പലരുടെയും ഏലിയാവിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പറഞ്ഞു നോക്കി. എന്നാല് യേശു പറഞ്ഞ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമുക്കത് വിഷയമല്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? കർത്താവിന് അതാണ് അറിയേണ്ടത്. കഴിഞ്ഞ 3.5 വർഷമായി എൻ്റെ കൂടെ സന്തത സഹചാരികളായി നടക്കുന്ന നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് രാത്രി നമ്മോടുള്ള ചോദ്യമാണ് കേട്ടോ. ഞാൻ 4 പതിറ്റാണ്ടായി കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ നമ്മളിൽ പലരും പല ദീർഘമായ വർഷങ്ങളായി യേശുവിനെ പിൻപറ്റുകയാണ്. നമ്മോടൊക്കെയുള്ള ചോദ്യമാണ്, നിങ്ങൾ കർത്താവിനെ ആരെന്ന് പറയുന്നു? ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രിയിൽ വ്യക്തിപരമായി ഈ ദൂത് കേൾക്കുമ്പോൾ ഒന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് യേശു ആരാണ്? പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ക്യാൻസർ സൗഖ്യമാക്കിയ ആളാണ്, ചിലർക്ക് ട്യൂമർ സൗഖ്യമാക്കിയ ആളാണ്, ചിലർക്ക് കടഭാരം മുഴുവൻ തീർത്തു തന്ന ആളാണ്, ചിലർക്ക് ഒരു വഴി തുറന്ന ആളാണ്, ചിലർക്ക് ഒരു വിദേശ ജോലി കിട്ടി തന്നയാളാണ്, ചിലർക്ക് വിസ തന്നു, PR തന്നു, അവിടെ വീട് തന്നു, അങ്ങനെയൊക്കെയുള്ള ആളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിനൊക്കെ അപ്പുറത്ത് യേശു എനിക്ക് ആരാണെന്ന് ഒന്ന് ആഴമായി ധ്യാനിക്കുന്നത് ഏറെ നല്ലതാകുമെന്നാണ് ഞാൻ ഈ രാത്രി ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൂതിലേക്ക് പ്രവേശിക്കാം. ശിഷ്യന്മാര് 11 പേരും മൗനം പതിച്ചു എന്ന് പറഞ്ഞ അർത്ഥം അഭിപ്രായമില്ലെന്നല്ല. നാട്ടുകാർ പറയുന്ന അഭിപ്രായങ്ങളോട് ഞങ്ങൾ ഏറെക്കുറെ യോജിക്കുകയാണ്. നാട്ടുകാരെന്താ പറയുന്നത്? അവൻ സ്ത്രീയുടെ സന്തതിയാണ്, അവന് മറിയയുടെ മകനാണ്, അവൻ യോസഫിന്റെ മകനാണ്, അവൻ തച്ചന്റെ മകനാണ്, അവൻ സാത്താന്റെ നേതാവായ ബെയൂസബേലാണ്, അവൻ വേശ്യാപുത്രനാണ്, പിന്നെ അവൻ പ്രവാചകന്മാരിൽ ഒരാളാണ് എന്നൊക്കെ പല വിധങ്ങളിൽ സ്വയം രാജാവാകാൻ വന്നിരിക്കുന്നവനാണ്, സ്വയം ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നവനാണ് എന്നൊക്കെയുള്ള പലരുടെ അഭിപ്രായത്തോടെ ഈ 11 പേരും മൗനമായി അതിന് പിന്തുണ കൊടുത്ത് നിൽക്കുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ധൈര്യത്തോടെ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വാക്ക് അവൻ പറഞ്ഞു തീരുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനോട് പറയുകയാണ്, ബെറിയോന ശിമോനേ, നീ ആണുള്ള ഭാഗ്യവാൻ. ഇന്ന് രാത്രിയിലും ദൈവം നമ്മിൽ ചിലരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് നോക്കാൻ തുടങ്ങിയതല്ല. നമ്മൾ ശൂന്യമായ പടകിൽ നിന്ന് പടക് നിറഞ്ഞ് കാൽക്കൽ വീണ് പാപിയാന്ന് സംബന്ധിച്ച് അനുഗമിക്കാൻ തുടങ്ങിയല്ലോ, വലയും പടകും ഒക്കെ വിട്ട്. അന്നു മുതൽ കർത്താവ് നമ്മളെ നോക്കുകയാണ്, ഇവരിൽ ആരുണ്ട് എൻ്റെ അടുത്ത ഒരു ലെവലിലേക്കൊന്ന് ഉയർത്തി, അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്തി അധികാരത്തിന് താക്കോൽ ഇന്ന് കൈമാറാൻ കൊള്ളാവുന്ന ആരുണ്ടെന്ന് കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നമ്മിൽ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ വിളി അനുസരിച്ച്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഒരു നിയോഗം നിന്നെ ഏൽപ്പിക്കാൻ, ഒരു നിയമനം നിനക്ക് തരുവാൻ
ഒരു അതോറിറ്റി നിന്റെ കയ്യിൽ പരമേൽപ്പിക്കാൻ ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് കർത്താവ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് ഇന്നും ഇന്നലെ അല്ല കേട്ടോ, നിന്റെ ജനനം മുതൽ ഇന്ന് വരെ കർത്താവ് നിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്, ഒന്ന് ഏൽപ്പിക്കാൻ കൊള്ളാമോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ 11 പേരും അവനും പതിച്ചപ്പോൾ ഇവൻ വ്യക്തമായി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശുവിനെ പത്രോസ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഇന്നലെ വരെ യേശുവേ 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 എന്ന് വിളിച്ച പത്രോസ് ഇന്ന് പെട്ടെന്ന് പറഞ്ഞു, നീ യേശു എന്ന നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ക്രിസ്തു എന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ നിമിഷത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ അധികാരത്തിന്റെ ലെവല് മാറി, അവന്റെ ശുശ്രൂഷയുടെ ലെവല് മാറി. വാ കൊണ്ട് ക്രിസ്തു എന്ന് ഏറ്റുപറയുകയും യേശു പറഞ്ഞു, പറയോനാ ശീമോനെ നീ ഭാഗ്യവാനാടാ, ജഡരക്തങ്ങളല്ല നിന്നെ കൊണ്ട് എന്നെ ക്രിസ്തു എന്ന് പറയിപ്പിച്ചത് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ ഭാഗ്യവാൻ. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുകയാ. നല്ലൊരു ആമീൻ പറയണം എല്ലാവരും കേട്ടോ. ഇന്ന് രാത്രിയിൽ നമ്മെ വിളിച്ചേക്കുന്നത് ജീവിതകാലം മുഴുവന് പാട്ടുപാടി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയല്ല കേട്ടോ. അടുത്ത ഒരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് ഒരു ആത്മശക്തി വ്യാപരിക്കുന്ന ഒരു ലോക്കൽ സഭയാണ് ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ആവശ്യം. പല സഭകളും കൂടി വരുന്നെങ്കിലും സഭകൾക്കകത്ത് വലിയ ആത്മീയമൊന്നുമില്ല. സഭ പലതും രാഷ്ട്രീയവൽക്കരിച്ചു, സഭ പലതും മതവൽക്കരിച്ചു. മതം പോലെ സഭ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എൻ്റെ പ്രിയ ദുഃഖത്തോടെ പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ പോയി ചെറുതും വലുതുമായ ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പലയിടത്തെയും ആത്മീക മൂല്യച്യുതികളും ഒക്കെ കാണുമ്പോൾ ഹൃദയത്തിന് ഒരു പഴയ പാർശ്വം എന്നുള്ള നിലയിൽ ഒത്തിരി വേദനയുണ്ട്. 4 പതിറ്റാണ്ട് മുമ്പുള്ള ആത്മീയ ആരാധനകൾ എനിക്ക് നല്ല പരിചയവും ഒത്തിരി അനുഭവിച്ച ആളായതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഹൃദയത്തിന് ഒത്തിരി വേദനയുണ്ടെങ്കിലും നമ്മൾ ആരോട് പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിലകളിലേക്ക് കാര്യങ്ങൾ അതപ്പതിച്ചു കഴിഞ്ഞു. അതേ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3.5 കൊല്ലം മാത്രമേ നമ്മുടെ കർത്താവ് ശുശ്രൂഷിച്ചുള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും ശുശ്രൂഷിച്ചില്ലെങ്കിലും കഴിഞ്ഞ 2025 വർഷങ്ങളായി കോടാനുകോടി പാസ്റ്റർമാര് തിരിച്ചും മറിച്ചും പ്രസംഗിച്ചിട്ടും 3.5 വർഷത്തെ കാര്യം പറഞ്ഞു തീർക്കാൻ ഇതുവരെ ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു കർത്താവ് കേട്ടോ. പക്ഷേ നമ്മുടെ പിതാക്കന്മാര് നല്ല മനോഹരമായ അമ്പരചുംബിയായ പള്ളികൾ വിട്ട്, വലിയ സൗധങ്ങൾ വിട്ട്, നല്ല സെമിറ്ററികൾ വിട്ട്, സ്കൂളും കോളേജും ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉള്ള വലിയ സംവിധാനങ്ങൾ വിട്ട് ഇറങ്ങി തിരിച്ചത് നല്ല ഒന്നാന്തരം 2ഉം 3ഉം ഡോക്ടറേറ്റ് ഉള്ള അച്ഛന്മാരും തിരുമേനിമാരും ബിഷോപ്പുമാരും ഒക്കെ ഉള്ള വലിയ മഹത്തായ പ്രസ്ഥാനങ്ങൾ വിട്ട് ഒന്നുമില്ലാതെ ചെറിയ ചെറ്റക്കുടലുകൾ കണ്ട്, ഓലപ്പുരകൾ കണ്ട്, അതെ ചെറിയ സാധാരണ വസ്ത്രം ധരിച്ച ഉപദേശിമാര്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല, പക്ഷെ അവര് ദൈവമഹത്വം ചുമക്കുന്നവരായിരുന്നു. അവരെ കണ്ടുകൊണ്ട് നമ്മളൊക്കെ ഇറങ്ങി തിരിച്ച് അവർക്ക് പുറമേ പറയാൻ വലിയ പേരിന്റെ അവസാനമോ പേരിന്റെ മുന്നിലോ റവറന്റോ റൈറ്റോ ഡോക്ടറോ അതേ വലിയ BDO MDHോ ഡോക്ടറേറ്റോ ഒന്നുമില്ലായിരുന്നെങ്കിലും അവരുടെ അകത്ത് വ്യാപരിക്കുന്ന വലിയ ദൈവകൃപയുണ്ടായിരുന്നു. അത് കണ്ട നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇതെല്ലാം വിട്ടിറങ്ങി ഇവരുടെ പുറകെ പോയി നിലത്തിരുന്ന് മുട്ടയിലിരുന്ന് തമ്പേറടിച്ചൊക്കെ ദൈവത്തെ ആരാധിച്ചത്. അവിടെ ഭയങ്കര ആത്മീക സന്തോഷമായിരുന്നു. ഒരാരാധന കഴിയുമ്പോൾ ആരാധന തീരല്ലേ എന്നുള്ള ആഗ്രഹമായിരുന്നു. ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് ആവേശമാ, കർത്താവെ നേരം ഒന്ന് വെളുത്തിരുന്നെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്കൊന്ന് പോകാറുണ്ടല്ലോ എന്നുള്ള വലിയ താല്പര്യങ്ങളാണ്. ഇന്നതെല്ലാം മാറിയിട്ട് ഒരു മതം പോലെ ചടങ്ങ് ആരാധനകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അതേ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് കർത്താവ് അതല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മെ അതിനല്ല ദൈവം വിളിച്ച് വേർതിരിച്ചതെന്ന് ഇന്ന് രാത്രി വേദനയോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പത്രോസിനെ ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു, മോനെ നിന്നെ ഞാനൊരു താക്കോലേൽപ്പിക്കാൻ പോവുകയാണ്. നീ എന്നെ ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ? അതെ, മറ്റുള്ള 11 പേർക്കില്ലാത്ത അവരുടെയൊക്കെ മനസ്സിൽ ഒത്തിരി പേരുകളുണ്ട്. അവര് യോസഫിന്റെ മകനെന്നോ മറിയയുടെ മകനെന്നോ ഉണ്ണീശോ എന്നോ തച്ചന്റെ മോനെന്നൊക്കെ വിളിച്ചോട്ടെ, എനിക്ക് അവരെ ഒന്നും ഏൽപ്പിക്കാനുള്ളതല്ല മോനെ ഈ താക്കോല്. ഇത് അതെ ക്രിസ്തു എന്ന് എന്നെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞവന് കൊടുക്കാനുള്ളതാണ് ഈ താക്കോല്. നീ ഈ താക്കോല് കയ്യിലേറ്റു കഴിഞ്ഞാലത്തെ വിശേഷത ഞാൻ പറയട്ടെ, നീ ഭൂമിയിൽ
അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇന്ന് രാത്രിയിൽ ഉപവാസത്തിന്റെ 5ാമത്തെ രാത്രിയിൽ ഈ അധികാരം പ്രാപിച്ചല്ലാതെ ഈ ഉപവാസത്തിൽ നിന്ന് നീ ആമീൻ പറയരുതെന്ന് ഞാൻ സ്നേഹത്തോടെ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി കുറെ പണ്ഡിതന്മാരെയല്ല, കുറെ മിടുക്കന്മാരെയല്ല, കുറെ തിയോളജിയന്മാരെയല്ല കർത്താവിന് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് യോഗ്യരായ, അഭിഷേകത്തെ ചുമക്കാൻ തയ്യാറുള്ള, ആത്മശക്തിയെ ചുമക്കാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ അധികാരത്തെ യൂസ് ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടത്തെ ദൈവം ഈ ദിവസങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ മുഴുശക്തിയോടെ ദുഷ്ടപിശാച് അവന്റെ സകല കഴിവ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭിന്നതകൾ വരുത്തി, ജനാഭിലാഷങ്ങൾ വരുത്തി, ശുശ്രൂഷക ബന്ധത്തിലും സമാജത്തിന്റെ ഇടയിലും വലിയ അകൽച്ചകൾ വരുത്തി, സ്നേഹമില്ലാതെയാക്കി, അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒറ്റ മാർഗം അഭിഷേകം മാത്രമാണ്, ആത്മശക്തി മാത്രമാണ്. പൗലോസ് പറഞ്ഞു, കുഞ്ഞെ നീ അഴിച്ചാൽ ഭൂതബന്ധനങ്ങൾ ഞാൻ അഴിച്ചിരിക്കും, നീ അഴിച്ചാൽ മരണക്കയറുകൾ ഞാൻ അഴിച്ചിരിക്കും. തബീത മരിച്ചാൽ നീ വിഷമിക്കേണ്ട മോനെ, താക്കോല് ഞാൻ കൈ തരുവാടാ, നിന്നെ ആളയച്ചു വരുത്തിയാൽ നീ തബീതയുടെ മരണക്കിടക്കെ ചെന്നിട്ട് അനുശോചനം പറഞ്ഞിട്ട് പോരല്ലേ. അതൊക്കെ ഞാൻ ആരാന്നറിയാത്തവരുടെ പണിയാണ്. അല്ലെ ഞാൻ ഏലിയാവാണ്, ഞാൻ ഇരമ്യാവാണ്, ഞാൻ യോഗനാണ് എന്നൊക്കെ പറയുന്നവരുടെ കയ്യിലുള്ള പരിപാടിയാ അനുശോചനം പറയുന്നത്. പക്ഷെ നീ ചെല്ലുമ്പോ പറയേണ്ടത് തബീത കൂമി എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, മരിച്ചവൾ എഴുന്നേക്കും. കാരണം നീ ഇവിടെ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിച്ചിരിക്കും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുമ്പോൾ നിന്റെ അധികാരത്തിന് ലെവല് മാറുകയാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവരെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പിശാച് കെട്ടിയ കെട്ടാണെങ്കിലും പത്രോസേ നീ പേടിക്കേണ്ട മോനെ, നീ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിയും. നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവന്റെ കാലിന്റെ കെട്ട് അമ്മയുടെ വയറ്റി വെച്ചുള്ളതാ, നരിയാണി കൂട്ടി കെട്ടിയേക്കുക. നീ വിഷമിക്കേണ്ട, താക്കോല് ഞാൻ കൈത്തരാൻ പോകുക. നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ആ വെള്ളിയും പൊന്നും എനിക്കില്ലടാ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാണ്. നസ്രായന്റെ നാമത്തിൽ എഴുന്നേക്കണം, കയ്യെ പിടിച്ചാൽ മതി മോനെ, കാലിന്റെ നരിയാടെ കെട്ടഴിഞ്ഞിരിക്കും. നീ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിച്ചിരിക്കും. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില കുടുംബങ്ങളെ കെട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നാളുകളായി നിന്റെ നന്മയെ കെട്ടിയ, നിന്റെ ഉയർച്ചയെ കെട്ടിയ, നിന്റെ അഭിഷേകത്തിന്റെ ആ ശക്തിയെ ഒതുക്കി വച്ചിരിക്കുന്ന, നിനക്ക് മുന്നേറാൻ കഴിയാതെ നിന്നെ വല്ലാതെ 4 ഭാഗത്ത് ഒതുക്കുന്ന ചില പോരുകളെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം ആത്മാവിൽ അഴിച്ചുകൊണ്ടിരിക്കുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? പ്രിയരെ, യേശു പറയാണ്, നീ പണിതാൻ മോനെ ഞാൻ പണിയുമടാ. ഇന്ന് രാത്രി കുടുംബത്തെ യേശു പണിയണം, തലമുറയെ യേശു പണിയണം, സഭയെ യേശു പണിയണം. യേശു പണിയണമെങ്കിൽ യേശു നിന്റെ ഉള്ളത്തിൽ കർത്താവും ക്രിസ്തുവുമായി വെളിപ്പെട്ടു വരുമ്പോഴാണ് ദൈവം നിന്നെ ഒരു പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. 2025 അവസാനിക്കാൻ പോകുമ്പോൾ അടുത്ത ഒരു വർഷം നമുക്ക് ദൈവം ദാനമായി തരുന്നെങ്കിൽ ദൈവത്തിന് തന്റെ അധികാരത്തെ ചുമക്കുന്ന, തന്റെ അഭിഷേകത്തെ ചുമക്കുന്ന, തന്റെ മഹത്വത്തെ ചുമക്കുന്ന ഒരു കൂട്ടം ജനത്തെ വേണം. നീ പോകുമ്പോൾ നിന്റെ നിഴലിനകത്ത് പോലും ഓ ശാന്തരാധരാജന, നിന്റെ നിഴലിനകത്ത് പോലും ഇന്ന് രാത്രിയിൽ ആ ദൈവശക്തിയുടെ ഒരു വ്യാപാരം വ്യാപരിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഈ രാത്രി വിശ്വസിക്കാനായിട്ട് തയ്യാറുണ്ട്? പ്രിയമുള്ളവരെ, നാം ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോകേണ്ടവരല്ല. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അവരെഴുന്നേറ്റ് നിന്നും വെച്ച് ഒരു വെളിപ്പാട് പറഞ്ഞാൽ, ഒരു ദർശനം പറഞ്ഞാൽ, ഒരു ദൈവാലോചന പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ജനം അപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കായിരുന്നു. മാരക വിഷം കുത്തി പാമ്പ് കടിച്ചവരുൾപ്പെടെ. അതേ, ഈ മസൂരി എന്ന് പറയുന്ന മാരക രോഗം വന്ന് ആരും അകത്ത് കയറാൻ പേടിച്ച് പായ്ക്കകത്ത് തുറത്തു കെട്ടി കുഴി കൊണ്ട് അടക്കാൻ വെച്ചിരിക്കുന്നവർ പോലും നമ്മുടെ പാവപ്പെട്ട ദൈവദാസന്മാര് വിദ്യാഭ്യാസം ഒന്നുമില്ല കേട്ടോ. ഗലീലക്കാരെ പോരാ. അതുകൊണ്ട് കർത്താവ് ഗലീലക്കാരെ എടുത്ത് എന്തിനറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ പോഷത്വമായി ദൈവം തിരഞ്ഞെടുത്തു. നിനക്കറിയാമോ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴേ ഈ ഗലീലക്കാരെല്ലാം കൂടെ 120 പേര് മർക്കോസിന്റെ മാളികപ്പുറയിൽ കൂടി ഇരുന്ന് കേട്ടോ. ഇരുന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങിയപ്പോൾ ദേശത്തിന്റെ
10-20 സ്റ്റേറ്റുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭാഷക്കാർ വന്നപ്പോൾ അവരുടെ എല്ലാം ഭാഷകളിൽ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങള് അവരുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവര് ഭാഷ പറഞ്ഞത് എവിടെങ്കിലും പോയി ഭാഷ പഠിച്ചിട്ടല്ല കേട്ടോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ മേൽ വ്യാപരിച്ച അരിക്കാനും കെട്ടാനും അധികാരമുള്ള ആത്മശക്തി വ്യാപരിച്ചപ്പോൾ, ഓ കൃപ കൃപ കൃപ! ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? നീ ഇരിക്കുന്ന ഭവനങ്ങൾ ഇന്ന് രാത്രി ഒരു ചലനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ചില അടിസ്ഥാനങ്ങളെ കുലുക്കി മാറ്റിയിട്ട്, ചില പോരുകളെ അഴിച്ചിട്ട് നിന്റെ മേൽ ബലം പകരുവാൻ മതിയായതാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കേട്ടോ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ, അതീവ ഗൗരവത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആഭിചാരം അഴിക്കാൻ നിന്റെ പക്കൽ കൃപയുണ്ട്. രോഗാത്മാവിന്റെ ബന്ധനം അഴിക്കാൻ നിന്റെ പക്കൽ കൃപയുണ്ട്. ദുരാത്മ മണ്ഡലങ്ങളെ അഴിക്കാൻ നിന്റെ പക്കൽ കൃപയുണ്ട്. അന്യാരാധന ശക്തികളെ അഴിക്കാൻ നിന്റെ പക്കൽ കൃപയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ, വർഷങ്ങൾ പഴകിയ ദേശത്തെ ചില കുടിയിരിപ്പുകളെ നീ അതിരം കൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് വേരോട് അഴിഞ്ഞു മാറും. അതാണ് പത്രോസിന് കൊടുത്ത അധികാരം. എന്ത് പറഞ്ഞപ്പോൾ? ഒറ്റ വാക്ക്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവന്റെ ശുശ്രൂഷയുടെ ലെവല് ടോട്ടലി മാറി. അതുകൊണ്ട് പറയാണ്, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നമ്മൾ ഒത്തിരി കേട്ടും അടുത്ത വിഷയമാണെങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ കെട്ടിക്കെട്ടോ, അത് യേശു പറയുകയാണ്. യേശുവിന്റെ പരസ്യമായ ശുശ്രൂഷ ആരംഭിക്കുക. മരുഭൂമിയിലെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് പിശാചിന്റെ എല്ലാ പരീക്ഷകളെ ജയിച്ച് ആത്മാവിന്റെ ശക്തിയോടെ താൻ പാർത്ത നസറത്തിലേക്ക് വന്നു. പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. പുസ്തകക്കാരൻ പുസ്തകം കൊണ്ട് യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. പുസ്തകം തുറന്നു. തന്നെ കുറിച്ച് എഴുതിയ ഭാഗങ്ങൾ വായിച്ചു. പുസ്തകം മടക്കി കൊടുത്തു. അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. പ്രസംഗം തുടങ്ങുകയാണ്. യേശു പറഞ്ഞു, ഏലിയാവിന്റെ കാലത്ത് 3 ആണ്ടും 6 മാസവും ആകാശം അടച്ചു. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവം ആകാശം തുറന്നു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ ഭക്തന്മാരിലൊരുത്തന്, പഴയ നിയമത്തിൽ വന്നും പോയി നിന്ന ആത്മവ്യാപാരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ആ തലമുറയിലെ ചരിത്ര പുരുഷനായ മനുഷ്യൻ ആകാശം 3.5 വർഷം അടച്ചെന്നു. നീ അടച്ചാൽ സ്വർഗത്തിൽ അടയും, നീ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യൻ 3.5 വർഷം ഈ ആകാശത്തെ അടച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്റെ ദൈവമേ വചനം കേട്ടോണ്ടിരിക്കുന്ന നീ ആരാണെന്ന് ഒന്ന് നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമിന്നതെന്ന് നീ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കഴിവുള്ള ഒരാത്മാവാണ് നിന്നിൽ വ്യാപരിക്കുന്നത് നീ അറിഞ്ഞിരുന്നെങ്കിൽ പോരാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, കല്ലറയ്ക്കകത്തു നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്ന് നാം ഒന്ന് നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ, നാം ഒരു സാധാരണക്കാരനെ പോലെ യാചിച്ചോണ്ടിരിക്കത്തില്ലായിരുന്നു കേട്ടോ, കരഞ്ഞുകൊണ്ടിരിക്കത്തില്ലായിരുന്നു, നിരാശപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞു, എന്റെ ആത്മാവേ നീ ഉള്ളിൽ ഇങ്ങനെ വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന എന്തിന്? കൃപ പ്രാപിച്ച നീ എന്തിനാണ് ഉള്ളിൽ ഇങ്ങനെ ഞരങ്ങുന്നേ? നീ എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നേ? നീ എന്തിനാ നിരാശപ്പെടുന്നേ? ആത്മാവിനോട് ചോദിക്കുക, എന്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്ന എന്തിന്? നിന്നെ വിളിച്ച ദൈവത്തിലൊന്ന് വിശ്വസിച്ചേ, ദൈവത്തിന് പ്രത്യാശ വെച്ചേ. അവൻ നിന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്. നിന്നെ ഉപയോഗിക്കാൻ ഇന്ന് രാത്രി അവൻ തയ്യാറാണ്. നീ ഒന്ന് വിശ്വസിക്കാമോ? നിയമമുണ്ടായിരുന്നിടത്ത് നോക്കരുത്, തൊടരുത്, നിൽക്കരുത്, കാണരുത്
ഇവിടെ വരെ വരാവൂ, അതിനപ്പുറത്തോട്ട് പോകരുത് എന്നൊക്കെ നിയമം നിൽക്കുന്ന സമയത്ത് എല്ലാവരും നിയമം പാലിച്ചില്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യൻ പറഞ്ഞത്, നിയമമില്ലെങ്കിലും വിശ്വാസത്താൽ എന്റെ നീതിമാന് ജീവിക്കാൻ കഴിയുമെന്ന് ഒരു ഭക്തൻ പറയാനിടയായെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരു ഭക്തന് ജീവിക്കാൻ വിശ്വാസം മതി. ഏത് വിശ്വാസം വേണം? ഞാൻ സേവിക്കുന്ന കർത്താവ് എന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള, അഴിക്കാനും കെട്ടാനും കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നിനക്ക് ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിലെ യോർദാന്റെ മേലൊഴുക്ക് നിന്നിരിക്കും. നിന്റെ കാലിന്റെ പെരുവിരൽ വെള്ളത്തിൽ മുട്ടുമ്പോൾ, മഹത്വം ചുമക്കുന്നവന്റെ കാലിന്റെ പെരുവിരൽ വെള്ളത്തിൽ മുട്ടുമ്പോൾ, നിനക്ക് വിരോധമായി വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇരുകര കവിഞ്ഞൊഴുകുന്ന വ്യാപാരങ്ങളുടെ മേലൊഴുക്ക് തടയും. ഉണങ്ങിയ നില നിനക്ക് വെളിപ്പെടും. കാല് നനയാതെ, ചെരുപ്പ് നനയാതെ നിന്നെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പിക്കും. നിന്റെ മുമ്പിൽ നിലയില്ല കയമുള്ള ചെങ്കട രണ്ടായി മാറിയിരിക്കും. നിന്റെ മുമ്പിലെ വലിയ പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിനക്കും നിന്റെ സന്തതിക്കും കുടിക്കാൻ ഒരു നദി പോലെ വെള്ളം ചാടി പുറപ്പെട്ടിരിക്കും. വിശ്വാസത്താൽ എന്റെ നീതിമാൻ ജീവിക്കും. ഞാൻ ദൈവത്തെ നന്ദിയോടെ ഈ രാത്രി സ്തുതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കിന്ന് രാത്രിയിൽ ഈ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിക്കാനായിട്ട് എത്ര പേര് തയ്യാറുണ്ട്? നീ ഒരു അധികാരിയാണ് കേട്ടോ. സ്വത്രം പറയാമോ? നീ ഒരു അധികാരിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് എന്റെ സാജിപ്പാസ് എന്നെ വിളിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ അയർലൻഡിലാണെന്ന് തോന്നുന്നു. അയർലൻഡിലെ UPM കോൺഫറൻസ് ആണ്. വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തിൽ ഞങ്ങൾ 2 ദൈവദാസന്മാർ ഒന്നിച്ച് ശുശ്രൂഷിച്ചു. അറ്റ്ലാന്റയിലുള്ള കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവു തോമസും ഞാനും ഒന്നിച്ച്, അദ്ദേഹം ഇംഗ്ലീഷിലും ഞാൻ മലയാളത്തിലും ശുശ്രൂഷിച്ചു. വലിയ റിവൈവൽ ആയിരുന്നു കേട്ടോ. എന്താ റിവൈവൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? കൈയടിച്ചതോ അന്യഭാഷ പറഞ്ഞതോ എഴുന്നേറ്റ് തുള്ളിയതോ ഒന്നും അല്ല കേട്ടോ. അതെല്ലാം അവിടെ ഉണ്ടായി. യഥാർത്ഥ റിവൈവൽ എന്ന് പറഞ്ഞാൽ ഒരു 120-ലധികം കുഞ്ഞുങ്ങൾ, യൗവനക്കാര്, ഒരു ജോലിക്കായി പഠിക്കാനായി ഒക്കെ വന്നിരിക്കുന്ന യൗവനക്കാര് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങൾ ലൈവ് എടുത്താൽ കാണാം, അത് ഒരു കൂട്ടം യൗവനക്കാര്. ഇന്നിപ്പോ നമ്മുടെ ബൈബിൾ കോളേജുകളിലൊന്നും ആരും ഇല്ല കേട്ടോ. നമ്മള് മറ്റുള്ള ബംഗാളിൽ നിന്നും നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നുമൊക്കെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമുക്കിവിടെ ഏതെങ്കിലും സഭയിൽ നിന്ന് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ ആരുമില്ലാത്ത ഒരു ഗതികേട് വന്നുകൊണ്ടിരിക്കുക. കാരണം സഭയ്ക്കകത്ത് കർത്താവിന്റെ അടുത്ത വേല ചെയ്യാൻ വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ആത്മഭാരമുള്ള ദൂതുകളോ മെസ്സേജുകളോ ഒക്കെ വളരെ കുറഞ്ഞിട്ട്, കാറ് കിട്ടും, വീട് കിട്ടും, ജീപ്പ് കിട്ടും, വണ്ടി കിട്ടും, പെണ്ണ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പോസിറ്റിവിറ്റി പറഞ്ഞ് പ്രേരിപ്പിച്ച് വല്ലാത്തൊരു നിലയിൽ കൊണ്ടുപോകുന്ന കാലഘട്ടമാണ്. പക്ഷെ പിതാക്കന്മാരുടെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അവര് ഓരോ കഷ്ടപ്പാടുകളെ കുറിച്ച് മെസ്സേജിനിടയ്ക്ക് പറയും. ഞങ്ങൾ ഇന്നടത്ത് ഇരുന്നപ്പോൾ, ഞങ്ങൾ ഇന്നടത്ത് വേല ചെയ്തപ്പോൾ, ഞങ്ങൾ ഇന്ന മിഷൻ ഫീൽഡിലായിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങൾ പട്ടിണി കിടന്നു. 3 ദിവസം ഞാനും എൻ്റെ 4 പിള്ളേരും എൻ്റെ ഭാര്യ എല്ലാം കൂടെ പട്ടിണിയായിരുന്നു. അന്ന് കർത്താവ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നു, ഒരു അത്ഭുതം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല ജീവനുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഈ പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പീരി ഇടുന്ന പോലെ അവര് സഭായോഗങ്ങളിൽ പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിൽ താല്പര്യം, എനിക്കും ബൈബിൾ കോളേജിൽ പോകണം, ഇനിയും കർത്താവിന്റെ വേല ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും. ഇന്ന് അതെല്ലാം പോയി. ഇന്ന് അതൊന്നും അല്ലല്ലോ പറയുന്നത്. കാരണം ഒരനുഭവവും ഇല്ലാത്തവര് തിയോളജി പഠിച്ചിട്ട് വന്ന് നമ്മളെ ഇങ്ങനെ തിയോളജി പഠിപ്പിച്ച് വിശ്വാസിയെല്ലാം തിയോളജിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീക്കിൽ എങ്ങനെ പറയുന്നു, ഹീബ്രു എന്നെ പറയുന്നു. അന്നത്തെ ഉപദേശം ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. വെറും ശുദ്ധ മലയാളത്തിൽ നാടൻ ഭാഷയില് അവര് സുവിശേഷം പറഞ്ഞു. അവരെല്ലാം ഇന്ന് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ഞങ്ങളുടെ പ്രിയ സാജു ഭാഷ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി യാതൊരു ശക്തമായി നിലകൊള്ളുകയാ. പ്രാണനെ ത്യജിച്ച് കർത്താവിന്റെ വേല ചെയ്യുക. ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ഉള്ളത്തിൽ. കർത്താവെ, ഒരു തലമുറ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നല്ലോ. പക്ഷേ ഇന്നിപ്പോൾ അതിന് ആരുമില്ല കേട്ടോ. അതുകൊണ്ട് ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളുടെ നാട്ടിൽ പണ്ടത്തെ പോലൊരു നല്ല കാലം,
ഞങ്ങളുടെ സഭകൾക്കകത്ത് വരണേന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥന. നിങ്ങൾ നാട് മറക്കണ്ട കേട്ടോ. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട വടക്കേന്റെ തല്ലുണ്ടാകുന്ന കാര്യമോ വടക്കേന്റെ ഹോള് പൊളിച്ചതിനേക്കാളിലൊക്കെ ഭയങ്കരം നമ്മുടെ ഹോള് പൊളിച്ചില്ലെന്നേ ഉള്ളൂ. അകത്തെ ആത്മീയം മൊത്തം പൊളിഞ്ഞു പോയി കേട്ടോ. അഭിഷേകത്തിന്റെ യാതൊരു ചലനങ്ങളുമില്ല. എന്തോ ഒരു ബന്ധപ്പാടെന്നറിയാമോ. ഒന്ന് ആരാധിപ്പിച്ചുകൊണ്ട് വരാൻ പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ വെപ്രാളം നമുക്കറിയാം. ഞാൻ ഇങ്ങനെ സ്ഥിരം കൺവെൻഷൻ ബേസിലല്ലേ ആ കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ പറയിപ്പിക്കാനൊക്കെ പെടുന്ന പെടാപ്പാട് എത്രയോ ഭയങ്കരമാണെന്നറിയാം. കാരണം ക്രൂശിലെ സ്നേഹം എല്ലാവരുടെയും പോയി, കാൽവറിലെ ധ്യാനം എല്ലാവരുടെയും പോയി, കർത്താവ് എന്താ ചെയ്തെന്ന് എല്ലാവരും മറന്നു, നമ്മൾ എവിടുന്നാണ് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് മറന്നു, നമ്മുടെ ഇന്നലകളെ മറന്നു, നമ്മുടെ ഭൂതകാലം മറന്നു, നമ്മുടെ വർത്തമാനകാലവും മറന്നിട്ട് നമ്മളെന്തോ സംതിങ് ആണെന്നുള്ള നിലയിലൊക്കെ നിഗളിച്ചു വല്ലാതെ പോകുന്ന ഒരു വല്ലാത്ത തലമുറയിൽ ഇന്ന് രാത്രി ഞാൻ വളരെ ആഴമായ ദുഃഖത്തോടെ പറയട്ടെ, ഒരു തലമുറ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഒരു തലമുറ ആത്മഭാരത്തോടെ കർത്താവിന് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന, അവന്റെ ക്രൂശ് ചുമക്കാൻ തയ്യാറുള്ള, പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ഒരു കൂട്ടം യൗവനക്കാര് ഈ ദിവസങ്ങൾ എഴുന്നേക്കണം കേട്ടോ. അവിടെ 100-120 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു കേട്ടോ. അത് ചുമ്മാ ഉള്ള ഒരു സമർപ്പണമല്ല. ആ കുഞ്ഞുങ്ങളെല്ലാം വലിയ കരയുക കേട്ടോ. എന്നെ വളരെ ഹൃദയത്തെ ആകർഷിച്ചത് ആ യൗവനക്കാരെ എല്ലാം നല്ല ഡിഗ്രിയുള്ള എഞ്ചിനീയറിംഗും അതുപോലെ ഉന്നതമായ ഡിഗ്രികൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരുപോലെ വലിയ വായിലെ നിലവിളിക്കുകയാണ് യേശുവേ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വേർപാട് ഉണ്ടാകണം കേട്ടോ. കർത്താവിന് വേണ്ടി ഒരു കൂട്ടം എഴുന്നേൽക്കണം. ശക്തരായിട്ട് ആ മഹത്വം ചുമക്കുന്ന നീ നടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഒരു സ്തോത്രം പറയാമോ? നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുകയാണ്. നീ പട്ടണങ്ങളിലൂടെ പോകുമ്പോൾ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം ഇങ്ങനെ നടന്നു പോകുകയാ. ഹല്ലേലൂയ. തേജസ് ചുമക്കുന്ന ഒരു മന്ദിരം നടന്നു പോകുകയാ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ കാലുകൾ ചലിക്കുമ്പോൾ ആത്മാവ് ചലിക്കുകയാണ്. നിന്റെ കൈകൾ ചലിക്കുമ്പോൾ ആത്മാവ് ചലിക്കുകയാണ്. നിന്റെ അകത്ത് വസിക്കുന്ന നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? അതുകൊണ്ട് നിന്റെ ചലനങ്ങളിൽ പോലും, നീ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ, ഒരു രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നീ ഓഫീസിലായിരിക്കുമ്പോൾ, കമ്പ്യൂട്ടറില്, നീ AI സിസ്റ്റത്തില് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് ആത്മാവ് വസിക്കുക. ഏതാത്മാവ്? കോട്ടകളെ ഇടിപ്പാൻ ഉൾനട്ട ദൈവത്തിന്റെ ആത്മാവ്, അന്ധകാര മണ്ഡലങ്ങളെ തകർക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ ആത്മാവ്, ദാഗോനെ മറിച്ച ദൈവത്തിന്റെ ആത്മാവ്, ഇസബേലിനെ വെട്ടിയ ദൈവത്തിന്റെ ആത്മാവ്. ഓ ഹല്ലേലൂയ. അർത്തമീസിന്റെ അടിത്തറ ഇളക്കി അല്ലെങ്കിൽ എഫെസോസ് പട്ടണത്തെ സുവിശേഷീകരിച്ച ദൈവത്തിന്റെ ആത്മാവ്, 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ പുസ്തകങ്ങളെ കത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്. ഓ, ഞാൻ ദൈവത്തെ ഇന്ന് രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാ. അല്പനിമിഷം ദൈവമക്കളൊക്കെ ദൈവത്തിന് സ്തുതിച്ച് ആരാധിച്ച് ഒരസാധാരണമായ ദൈവകൃപ. ഓ ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്ത്രയോസ് പറഞ്ഞു, മശിഹ എന്ന് വെച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തി. പീലിപ്പോസ് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന മശിഹ എന്ന ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തി. നഥനയേൽ പറഞ്ഞു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു പറയാണ്, നീ ദൈവത്തിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ രാജാവ്. അവരൊക്കെ ഏറ്റു പറഞ്ഞു കേട്ടോ. എന്റെ പ്രിയമുള്ളവരെ, അതേ യോഹന്നാൻ തോമസ് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ഓ ഹല്ലേലൂയ. ശമരിയാക്കാരി പറഞ്ഞു, നീ സാക്ഷാൽ മശിഹയാണ്. യേശുവിനെ അറിഞ്ഞവര് പറഞ്ഞപ്പോൾ ആ വിദ്യാഭ്യാസമില്ലാത്ത പാപിനിയായി മുദ്ര കുത്തിയ ഒരു ശമരിയാക്കാരി നീ മശിഹ എന്ന് പറഞ്ഞ ഒറ്റ നിമിഷത്തിൽ ശമരിയ പട്ടണം അവിടെ വാക്കിന്റെ മുമ്പിൽ യേശുവിന്റെ അടുക്കൽ വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിനെ ക്രിസ്തു എന്ന് പറയുമ്പോൾ, യേശുവിനെ മശിഹ എന്ന് പറയുമ്പോൾ, എന്റെ കർത്താവും എന്റെ ദൈവം എന്ന് പറയുമ്പോൾ, നിന്റെ നാവിന്റെ ആ അധികാരം മറ്റൊരു ലെവലിലേക്ക് മാറുകയാ. ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ ഉപവാസത്തിന്റെ 5ാമത്തെ രാത്രിയിൽ എന്റെ ആത്മീക പദവിക്ക് ഒരു മാറ്റം വരും, എന്റെ അഭിഷേകത്തിന്റെ പദവിക്ക് ഒരു ഉയർച്ച വരും. ഇന്ന് രാത്രി ഞാൻ കെട്ടിയാൽ സ്വർഗത്തിൽ അത് കെട്ടിയിരിക്കും.
ഞാൻ അഴിച്ചാൽ സ്വർഗ്ഗം അഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി നന്നായിട്ടൊരു നിമിഷം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചോ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ രാത്രി 12:45 കേട്ടോ. ഈ സമയത്തും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ പ്രായത്തിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വലിയ ഇന്നലെ ഞാന് എറണാകുളത്ത് ഡെലിവറൻസ് ചർച്ചിലായിരുന്നു. നമ്മുടെ ബിജു CXന്റെ സഭയിലായിരുന്നു. അവിടെ 40 ദിവസം ഒരു കൂട്ടം ആളുകൾ ഉപവസിക്കുക, 21 ദിവസം 120 പേര് ഉപവസിക്കുക. ആ വലിയ മീറ്റിംഗ് ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗത്തിന്റെ ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ വിളിക്കാതെ ജനമെല്ലാം ചാടി എണ്ണിച്ചിട്ട് മുഴുവൻ പേര് സ്റ്റേജിൽ അവിടെ ഓടി വരികയാണ് തലയിൽ കൈവെക്കാൻ വേണ്ടി. അവരെല്ലാം ഭയങ്കര മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആരാധന. എനിക്ക് വലിയ സന്തോഷം. പ്രസംഗിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, ഈ ദൂതനകത്തൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ അകത്തെ മനുഷ്യനെ ഇന്ന് രാത്രി ബലപ്പെടുത്തണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ? കർത്താവേ, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ എന്നെ കൊണ്ട് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു ലോകത്തിൽ വന്നത് കുറെ പേർക്ക് അപ്പം കൊടുക്കാനല്ല. യേശു ലോകത്തിൽ വന്നത്, യോഹന്നാൻ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനത്രേ. യേശു ലോകത്തിൽ വന്നത് താക്കോൽ തന്നെ നമ്മെ വിട്ടതും പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനാ. പിശാചിന്റെ പ്രവൃത്തി എന്തുവാ? നിന്റെ നന്മയെ തടയുക, നിന്റെ ഉയർച്ചയെ തടയുക, നിന്റെ ആത്മീയ മുന്നേറ്റത്തെ തടയുക, നിന്റെ സഭയുടെ വളർച്ചയെ തടയുക, ആത്മാക്കളുടെ വിടുതലിനെ തടയുക, സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടാതെ നിന്റെ ഹൃദയത്തെ കുരുട്ടുകണ്ണുകളാക്കി മാറ്റുക. ഈ ലോകത്തിന്റെ ദൈവങ്ങൾ നിന്റെ കണ്ണ് കുരുടാക്കി തേജസ്സുള്ള ക്രിസ്തുവിന്റെ പ്രകാശനത്തെ ശോഭിക്കാതിരിപ്പാൻ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ആ പോരിനെ അഴിക്കണം. ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ നടന്നു വീണതുപോലെ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടവൻ പിന്നത്തേത് ചെതുമ്പൽ പോലെ അടന്നു വീണപ്പോൾ പൗലോസായി മാറിയിട്ട് ലോകം മുഴുവൻ ശക്തമായി ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെയും എന്റെയും കണ്ണിനെ ബാധിച്ചിരിക്കുന്ന ഏത് അന്ധതയെന്നറിയാമോ? ഈ അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിയാൻ കഴിയാതെ ഹൃദയദൃഷ്ടികളെ അടച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ അതോറിറ്റി മനസ്സിലാക്കാൻ കഴിയാതെ ഹൃദയദൃഷ്ടികളെ അടച്ചു വെച്ചിരിക്കുന്ന ആ പോര് ഇന്ന് രാത്രി ആത്മാവിൽ അഴിയണം. ചില ഹൃദയങ്ങളുടെ കണ്ണുകൾക്കകത്തുനിന്ന് ആ ചെതുമ്പല് പോലെ നടന്നു വീണിട്ട് ഇന്ന് രാത്രി കാണേണ്ടി പോലെ കണ്ട് പ്രാപിച്ചതിന്റെ അധികാരം അറിയേണ്ടതുപോലെ അറിഞ്ഞ് അതൊന്ന് ആത്മാവിൽ യൂസ് ചെയ്യാൻ തയ്യാറായാൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സഭയുടെ ലെവല് മാറാൻ പോകുക, ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോകുക, ജനത്തിന്റെ ലെവല് മാറാൻ പോകുക. എത്ര പേരത്ത് വിശ്വസിക്കുന്നുണ്ട്? എക്സീമ പോലെയൊക്കെ ഉള്ള വലിയ മാരക രോഗങ്ങൾ വർഷങ്ങളായി സൗഖ്യമില്ലാതെ കഴുത്തു മുതൽ തല മുതൽ പാൽപാദം വരെ ഈ ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കടുക് വാരി പതിച്ചതുപോലെ ഇരിക്കുന്ന മാരകമായ രോഗം ചികിത്സിച്ച് അടുത്ത രോഗങ്ങളൊക്കെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം പൂർണ്ണമായി സൗഖ്യമായി കേട്ടോ. അല്ലെ 3.5 വർഷമായി സ്ട്രോക്ക് വന്ന് ഒരു കൈയും ഒരു കാലും ഇങ്ങനെ ബന്ധിച്ച് അതേ ഒരു സെറ്റിയേല് എഴുന്നേക്കാൻ വയ്യാതിരിക്കുന്ന ആള് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചാടി എഴുന്നേറ്റ് ദൈവത്തെ കൈ ഉയർത്തി കൈ അടിച്ചും ആരാധിച്ചു. ആ ഞായറാഴ്ച ആരാധനയ്ക്ക് ഹോളിലും വന്നു കേട്ടോ. 3.5 വർഷമായി കെട്ടിവെച്ചേക്കുവായിരുന്നു. എക്സീമ 26 വർഷമായിട്ട് ബാധിച്ചേക്കുവായിരുന്നു. ഇതൊന്നും കൈവച്ച് പ്രാർത്ഥിച്ചില്ല, രോഗാത്മാവ് വിട്ടുപോകാൻ പറഞ്ഞില്ല. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ആത്മാവിന്റെ ആഴത്തിൽ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സഭയുടെ ഒക്കെ സ്ഥിതി മാറി കേട്ടോ. 70 പേരോളം ആ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിച്ച് 21 കുടുംബത്തെ ആ കർത്താവിന്റെ വേലയ്ക്കായി കൈവച്ച് വേർതിരിച്ച് ഇന്ന് രാത്രിയിൽ അവിടെ ചില കുടുംബങ്ങൾ വേർതിരിക്കപ്പെടുന്നത് കർത്താവിന് വേണ്ടി എന്തുമായിട്ട് ചാവേറുകളെ പോലെ കർത്താവിന് വേണ്ടി പ്രാണനെ ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ഒരാമീൻ ധൈര്യമായിട്ട് പറ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കേട്ടോ. നിങ്ങൾക്കറിയാമോ 1984 ജൂലൈ മാസം 22-ാം തീയതി ആ പാപികൾ ഒന്നാമനായ PC ചെറിയാൻ രക്ഷിക്കപ്പെട്ടു. 1984 സെപ്റ്റംബർ മാസം 22-ാം തീയതി സ്നാനപ്പെട്ടു. ആ മാസം ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന ചെയ്തു. ഒരു സാധുവായ മനുഷ്യന്റെ വീട്ടിലായിരുന്നത്. ആ പുരയ്ക്കകത്ത് ദീർഘമായ 4 ദിവസങ്ങൾ അഭിഷേകത്തിനായി കാത്തിരുന്നു. 4-ാമത്തെ രാത്രി യോഗം പിരിഞ്ഞു. അഭിഷേകം പ്രാപിച്ചില്ല. എല്ലാവരും പോയി. അഭിഷേകം പ്രാപിക്കാൻ കൊതിയുള്ളവരോട് ഇരുന്നോളാൻ ആ വന്ന ദൈവദാസൻ. ഞങ്ങള് ഒരു 11 സഹോദരന്മാർ അവിടെ ഇരുന്നു. ആ 11 സഹോദരന്മാരും ഈ വന്ന ദൈവദാസനും സരസഭാ പാർശ്വം ഈ സാധുവായ സഹോദരന്റെ വീട്ടിലുള്ളവരും കൂടെ ചേർന്ന്
ഞങ്ങളുടെ കൊച്ചൊരു ഗ്രാമം കക്കുടുക്കി എന്ന് പറയും. അവിടെ നിർമ്മലാക്കര ജോർജ് കുട്ടിച്ചാൻ എന്ന് പറഞ്ഞ ഇന്ന് ഇത്രയും വിശ്രമിക്കുന്ന ആ മനുഷ്യന്റെ ചെറിയ പരിക്കകത്തിരുന്ന് ആരാധിക്കുക. പ്രാർത്ഥന തുടങ്ങി, ആരാധന ആരംഭിച്ചു, അഭിഷേകം അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ മൺകട്ട കൊണ്ട് കിട്ടിയ അദ്ദേഹത്തിന് വീടിന്റെ ഭിത്തി പുറത്തോട്ട് വീണു. അകത്തോട്ട് വീണ ഞങ്ങളെല്ലാം ദേഹത്ത് വീണേ, പുറത്തോട്ട് വീണു. ആ പെര കുലുങ്ങി കേട്ടോ. അന്ന് ലഭിച്ച അഭിഷേകമാ. അല്ലെ 84 സെപ്റ്റംബർ മാസം ലഭിച്ച അഭിഷേകം കൊണ്ടാ ഈ പോക്കെല്ലാം പോന്നെ കേട്ടോ. 10-42 രാജ്യങ്ങളിൽ പോയത് ഈ അഭിഷേകം ചുമന്നുകൊണ്ടാ. ഇന്ന് വരെ എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയി, പക്ഷെ എന്റെ അഭിഷേകത്തിന് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നല്ല 33 രക്തത്തിന്റെ ശക്തിയിൽ ഞാനിങ്ങനെ ഓടുക. ഇന്ന് രാത്രിയിൽ ആ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉണങ്ങിപ്പോന്ന അല്ലെ ചത്ത വിശ്വാസികളല്ല നമ്മളാരും. നമ്മൾ ഇന്ന് രാത്രി കല്ലറയെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ അതേ ആത്മാവിനെ ചുമക്കുന്ന ഒരു അധികാരമുള്ള ദൈവത്തിന്റെ പൈതലാണെന്ന് നീ അറിഞ്ഞിട്ട് ഇന്ന് രാത്രി അത് യൂസ് ചെയ്യാൻ തരാണ്. പത്രോസേ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാ. എന്റെ കൂടെ 10-12 എണ്ണ ഇന്ന് നടക്കുന്നെങ്കിലും എടാ കുഞ്ഞെ, അധികാരത്തിന് താക്കോൽ തരാൻ നീ യോഗ്യനാ. കാരണം ഞാൻ ആരാന്ന് ഗ്രഹിച്ചു. മറ്റവർക്ക് ഇതുവരെ ഞാൻ ആരാന്ന് മനസ്സിലായില്ല. നമുക്കും പറ്റിയ കുഴപ്പം, നമ്മൾ അനുഗമിക്കുന്ന യേശു, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു, നമ്മൾ ആരാധിക്കുന്ന യേശു ആരാന്ന് പലർക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ അതോറിറ്റി എന്തെന്നൊന്ന് ഗ്രഹിച്ചാൽ, നമ്മുടെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തി എന്തെന്നൊന്ന് ഗ്രഹിച്ചാൽ, ഇന്ന് രാത്രിയിൽ സഭയുടെ ടോട്ടൽ അവസ്ഥകൾ ചേഞ്ച് ആകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. ഈ നൂറ്റാണ്ടിൽ വേണ്ടത് കുറെ ഉണങ്ങിയ വിശ്വാസ സമൂഹത്തെയല്ല, കുറെ ഡിഗ്രിയുള്ള പാസ്റ്റേഴ്സിനെയല്ല. ദൈവത്തിന് ആവശ്യമുള്ളത് ആദ്യകാലത്ത് ദൈവം ഉപയോഗിച്ച പിതാക്കന്മാരെ പോലെ ഇന്ന് രാത്രിയിൽ അധികാരം ഉപയോഗിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. 12 വർഷത്തെ രക്തസ്രാവം ഒറ്റ നിമിഷം മാറിയിരിക്കും. 18 വർഷത്തെ കൂന് ഒറ്റ ദിവസം മാറിയിരിക്കും. അല്ലയോ, കൈ വരണ്ടവൻ ജന്മന ഉള്ളവന്റെ ആ വരൾച്ച ഒരു സെക്കൻഡിൽ മാറിയിരിക്കും. കണ്ണില്ലാത്തവന് കണ്ണ് ഒരു സെക്കൻഡ് ഉണ്ടാകും. യേശു അത് ചെയ്തെങ്കിൽ ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരം നമുക്ക് കൈമാറിയ ആ യേശുവിനെ യഥാർത്ഥമായി ഒന്നറിഞ്ഞിട്ട് ആ പകർത്തപ്പെട്ട അഭിഷേകത്തോടെ നാം മുൻപോട്ട് പോകുമെങ്കിൽ ഈ ദിനങ്ങളിൽ ജർമ്മനിയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന അതേ നൂറ്റാണ്ടുകൾ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ആ ഉണർവിന്റെ ഒരു പകർച്ച നിങ്ങൾക്കറിയാമല്ലോ. ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചാർലി കിർക്ക് കേട്ടോ. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ സമയം 31-ാമത്തെ വയസ്സിൽ വെടിയേറ്റ് മരിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ശവസംസ്കാരം നടന്നു. പക്ഷെ അദ്ദേഹം മരിച്ചെന്നേ ഉള്ളൂ. ആ പകരപ്പെട്ട അഭിഷേകം ഇന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അദ്ദേഹം 29 വയസ്സുള്ളപ്പോൾ കെൻഡക്കിയിലെ ഒരു കോളേജില് ഒരു യൂണിവേഴ്സിറ്റിയില് ഒരു ക്ലാസ് എടുത്തു. ഏതാണ്ട് 20 മിനിറ്റ് താഴെയുള്ള ചെറിയൊരു മെസ്സേജാണ് ചാർലി കിർക്ക് 29-ാമത്തെ വയസ്സിൽ ആ കോളേജിൽ പറഞ്ഞത്. മെസ്സേജ് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം പോയി കേട്ടോ. പക്ഷെ പ്രാർത്ഥന നിന്നില്ല. 4 മാസം ആ പ്രാർത്ഥന അങ്ങ് തുടർന്നു. ആ പാസ്റ്റേഴ്സ് ഒന്നുമില്ല, പാടാൻ ആരുമില്ല, കൊയറില്ല, വർഷിപ്പ് ലീഡർ ഇല്ല, ആശംസ പറയാൻ ആളില്ല, ഉദ്ഘാടനം ചെയ്യാൻ ആളില്ല, ഓട്ടോ താങ്ക്സ് പറയാൻ ആളില്ല. അയ്യോ, യൗവനക്കാര് കോളേജിന്റെ കാമ്പസുകളിൽ, ലൈബ്രറിയില്, ക്ലാസ് റൂമുകളിൽ മുട്ടുകുത്തി കേട്ടോ കരച്ചിൽ ആരംഭിച്ചു. അത് വലിയ ഉണർവായി മാറി, വലിയ ഉണർവായി മാറി. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി കെൻഡക്കി പോയി കേട്ടോ. ഒക്കലഹോമയ്ക്ക് അടുത്തുള്ള കെൻഡക്കി എന്ന സ്റ്റേറ്റില് ആ ഉണർവ് കാണാൻ വേണ്ടി പോയി. ഒരു ചെറുപ്പക്കാരനാ, അവനെ വെടിവെച്ച് കൊന്നേ ഉള്ളൂ. പക്ഷേ സ്തേഫാനോസ് മരിച്ചപ്പോൾ ഒരു ശൗല് പൗലോസായി മാറിയതുപോലെ ചാർലി കിർക്ക് മരിച്ചപ്പോൾ മൂടപ്പെട്ട് കിടന്ന അതേ അമേരിക്കയിലെ സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, ചർച്ചുകളിൽ വലിയ ഉണർവുണ്ടായെങ്കിൽ ഈ ദിവസങ്ങൾ അധികം നാൾ ജീവിക്കേണ്ടെന്നേ. നമുക്ക് ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന സമയം ഈ പകർച്ച മറ്റുള്ളവരിലേക്കൊന്ന് പകരണം കേട്ടോ. അവിടുത്തെ സകല കോളേജുകളിലും യൗവനക്കാരുടെ ഇടയിൽ അതേ വേണ്ടെന്നവർ തീരുമാനിച്ചു. പുസ്തകങ്ങൾ സ്കൂളുകളിൽ വായിക്കാൻ തീരുമാനിച്ചു. സഭകളിൽ വേദപുസ്തക പാരായണം ആരംഭിച്ചു. നല്ല യൗവനക്കാർ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകൾ മടക്കാൻ തുടങ്ങി. അതേ പള്ളികൾ നിറഞ്ഞു കേട്ടോ, ഹോളുകളൊക്കെ നിറഞ്ഞു. വലിയ ഉണർവ് നടക്കുക. കൂട്ട സ്നാനങ്ങൾ 800 പേര്, 1000 പേര്, 4000 പേരൊക്കെ ഒന്നിച്ച്. അതേ പത്രോസിന്റെ കാലത്ത് 3000 പേര് സ്നാനപ്പെട്ടതുപോലെ ഇന്നും നടക്കുക കേട്ടോ. അത് ജർമ്മനിയിൽ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജർമ്മനിയിൽ നടക്കും. ദൈവം അതിന് ഉപയോഗിക്കും. സാജു പാസ്റ്റർ ഉപയോഗിക്കും. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക.
അടുത്തൊരു തലത്തിലേക്ക് അടുത്തൊരു ആത്മീക മണ്ഡലത്തിന്റെ ഉയർച്ചയിലേക്ക്. കാരാഗ്രഹത്തിൽ കിടന്ന യോസഫ് സ്റ്റെപ്പ് കയറി പടികൾ ചവിട്ടി ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് പ്രധാനമന്ത്രി ആയതുപോലെ അതെ ചില ആ താഴെ അവസ്ഥയിൽ നിന്ന് നിന്നെ അപമാനിച്ച, നിന്ദിച്ച, പരിഹസിച്ചവരുടെ മുമ്പിൽ ഓരോ പടിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ യോസഫിനെ കണ്ട് സല്യൂട്ട് ചെയ്തു. അവൻ പടി കയറി ചെല്ലുകയാ. എന്താണെന്നറിയാമോ കാരണം? ഫറവോൻ ഒറ്റ കൽപ്പന, എല്ലാവരും യോസഫിന് മുമ്പിൽ മുട്ടുകുത്തുവീൻ എന്നൊരു കൽപ്പന. 14 വർഷം കാരാഗ്രഹത്തിൽ മുട്ടുകുത്തിയവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വപ്നം കണ്ടവനും സ്വപ്നം വ്യാഖ്യാനിച്ചവനും ഒക്കെയായ കൃതാർത്ഥനായ ദൈവത്തിന്റെ ഹൃദയമുള്ള യേശുവിനോട് വളരെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായ യോസഫ് ഒറ്റ ദിവസം കൊണ്ട് പടികൾ കയറി ഒറ്റക്കയറ്റം. അങ്ങ് മിസ്രൈമിലെ പ്രധാനമന്ത്രിയായപ്പോൾ അവനെതിരെ കഥ ചമച്ച സഹോദരന്മാര് 10 മുട്ടുകുത്തി. അവനെതിരെ കഥ എഴുതിയുണ്ടാക്കിയ ആ 10 പേരുടെ ഭാര്യ മുട്ടുകുത്തി. സകലരും മുട്ടുകുത്തിയെങ്കിൽ ഇന്ന് രാത്രി 5-ാമത്തെ ദിവസം മുട്ടേ നിൽക്കുകയല്ലേ? മുട്ടേ നിൽക്കുന്ന നിന്നോട് ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ വന്ന് പലരും മുട്ടുകുത്താൻ പോകുക. ചെറിയ ആള്, വലിയ ഓഫീസേഴ്സ്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് ഒക്കെ, അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ പ്രശ്നം കേട്ടോ. അവർക്ക് അസാറിൽ ഇരിക്കുമ്പോൾ സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി ഓഫീസിൽ ഇരിക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങളുമായി ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒന്ന് പരിഹരിക്കാൻ ആരുമില്ലെന്ന് പറയുന്നത് എനിക്കറിയാം. വലിയ ഉന്നത പോലീസ് ഓഫീസർമാര് ഒക്കെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വലിയ ഓഫീസേഴ്സും ഡോക്ടേഴ്സും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ വില കൂടിയ വാഹനത്തിൽ എന്നെ വീടുകളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ എനിക്കറിയാം നമ്മുടെ മിടുക്കൊന്നുമല്ല, നമ്മൾ ചുമക്കുന്ന ഒരു അഭിഷേകമുണ്ട്. 84 സെപ്റ്റംബറിൽ പകർന്ന ആ അഭിഷേകവുമായിട്ട് പോയാൽ മതി എന്റെ കുഞ്ഞെ, നിന്നെ ദൈവം മാനിക്കും. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്ന കർത്താവേ, ഈ രാത്രി യോഗം ആശീർവാദം പറയും മുമ്പേ ആ തേജസ്സേറിയ ഒരു അഭിഷേകത്തിന്റെ പകർച്ച എന്റെ മൺകൂടാരത്തിലേക്ക് പകരണമേ. എന്റെ നാവിനെ ഒരു അഗ്നിനാവാക്കി മാറ്റണമേ കർത്താവേ. യേശുവിനെ ക്രിസ്തു എന്ന് എവിടെയും ഉയർത്താൻ ലജ്ജയില്ലാത്ത ഒരാളാക്കി എന്നെ മാറ്റണമെന്ന് നീ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് ഉറപ്പായി പറയുന്നു, ഈ രാത്രി ആശീർവാദം പറയും മുമ്പേ, നീ ഭവനത്തിൽ പോയി കിടക്കും മുമ്പേ, നിന്റെ കട്ടിലിലേക്ക് ഇരിക്കും മുമ്പേ ഒരു ചലനം ഇന്ന് രാത്രിയിൽ, ഒരു അഭിഷേകത്തിന്റെ അതോറിറ്റി ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ ദൈവം പകരാൻ പോവുകയാണ്. എത്ര പേര് തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആകാശം കെട്ടി ഏലിയാവിന്റെ പുറകെ ദൈവം ചെന്ന് കേട്ടു. ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ പോയി നിന്നെ തന്നെ ആഹാബിന് കാണിക്ക്, എന്നിട്ട് പോയി പ്രാർത്ഥിക്ക്, എനിക്ക് ജനത്തിന് മഴ പെയ്യിക്കണം, ദേശത്ത് മഴ പെയ്യിക്കണം. അതങ്ങ് പെയ്യിപ്പിച്ചാ പോരെ, ദൈവത്തിന്റെ കയ്യിലല്ലേ അധികാരം. ദുഷ്ടന്മാർക്ക് നല്ലവർക്ക് മഴ പെയ്യിക്കുന്ന ദൈവമല്ലേ. പക്ഷെ 3.5 വർഷം കഴിഞ്ഞപ്പോ ഒരു മനുഷ്യന്റെ പുറകെ നടക്കുക. നീ പ്രാർത്ഥിച്ചേ എനിക്ക് മഴ പെയ്യിക്കണം, നീ പ്രാർത്ഥിച്ചേ എനിക്ക് മഴ പെയ്യിക്കണം എന്ന് പറഞ്ഞാൽ 3.5 വർഷം മുമ്പ് കെട്ടിയത് അവനാ. അവൻ അഴിക്കണം, അവൻ അഴിച്ചാൽ അഴി, അവൻ കെട്ടിയാ കെട്ടി. എത്ര പേർക്ക് സ്വോത്രം പറയാൻ കഴിയും? അവൻ കെട്ടി 3.5 വർഷം. അവൻ മുഴങ്കാലിരുന്ന് 7 ആവർത്തി പ്രാർത്ഥിച്ച് അഴിച്ച കേട്ടോ. കെട്ടാനും അഴിക്കാനും അഭിഷക്തൻ അറിയാം. ഇന്ന് രാത്രിയിൽ നിനക്ക് വിരോധമായിരിക്കുന്ന ആഹാബി ശക്തികൾ, ചില ഇസബേലിയ വ്യാപാരങ്ങൾ, നല്ല ഭക്തന്മാരായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കുന്ന ചില ആഭിചാര ശക്തികൾ, ഓ ഹല്ലേലൂയ, കള്ളപ്രവാചകന്മാർക്ക് ചോറ് കൊടുത്ത് 400 ബാലിന്റെയും 450 അസേരുടെയും പ്രവാചകന്മാരെ പോറ്റി പുലർത്തുന്ന ഇസബേലിയ വ്യാപാരങ്ങൾക്കെതിരെ നിൽക്കാൻ മുട്ടുമടക്കുന്ന ഏലിയാവുമാരെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. അഭിഷേകം ചുമക്കുന്ന ഭക്തന്മാരെ, പത്രോസിനെ പോലെ നടന്നു പോകുമ്പോൾ അവന്റെ ഷാഡോയ്ക്കകത്ത് പോലും, നിഴലിനകത്ത് പോലും രോഗശാന്തി വ്യാപരിച്ചെങ്കിൽ, ഭൂതശാന്തി വ്യാപരിച്ചെങ്കിൽ, ബേഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിലെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഈ ദിവസങ്ങൾ ഉപവാസം കഴിയുമ്പോൾ അതേ ഒരു പുതിയ നിയോഗം നിന്റെ മേൽ ദൈവം തരികയാണ്. ഒരു പുതിയ നിയമനം ദൈവം നിന്റെ മേൽ തരികയാണ്. അടുത്തൊരു ലെവലിലേക്ക്. ഇനി നീ കാരാഗ്രഹത്തിൽ കാലിലും കയ്യിലും ചങ്ങലയിട്ട് എനിക്ക് മാത്രം വിടുതലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ കാരാഗ്രഹ വസ്ത്രം മാറുന്ന രാത്രിയാണ്. നിന്റെ അപമാന കഥ മാറുന്ന രാത്രിയാണ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെ കിണറ്റിലിട്ടവന്മാരും അപമാന കഥയുണ്ടാക്കിയവരും ഒക്കെ കാകെ നീ പടികൾ കയറിപ്പോയി രാജ്യത്തെ
പ്രധാനമന്ത്രിയായി മാറിയതുപോലെ ഇന്ന് രാത്രി കർത്താവിന്റെ വേലയുടെ മുഖത്ത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവം നിന്നെ അതോറിറ്റിയുള്ള നിന്റെ മുമ്പിൽ പലരും വന്ന് വണങ്ങുന്നത് പോലെയുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാത്രി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ശ്രേഷ്ഠതയേറിയ ഒരു അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ദൂതിന്റെയും ഈ യോഗത്തിന്റെയും കോർഡിനേറ്റർ ഇന്ന് രാത്രി ദൈവമാകട്ടെ. നിങ്ങൾക്ക് വിശ്വസിക്കാം, 2025 നവംബർ മാസം നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന, ഈ ആണ്ട് അവസാനിക്കാൻ 40 ദിവസം ബാക്കിയുള്ളപ്പോൾ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ ദൈവമാകട്ടോ. ഇത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അല്പം മുമ്പ് വരെ ഇന്ന് പകൽ യോഗമായിരുന്നു, രാത്രി യോഗമായിരുന്നു, നല്ല ക്ഷീണത്തിലാ വന്നേ. പക്ഷെ ദൂത് തുടങ്ങിയപ്പോൾ എന്റെ ക്ഷീണമെല്ലാം മാറി കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിനകത്ത് എത്ര പേര് തയ്യാറൊന്ന് പ്രാപിക്കാനായിട്ട്? പഴയ ഒരു തുരുത്തിക്കകത്തും ഈ വീഞ്ഞ് പകരത്തില്ല. പകർന്നാൽ കുഴപ്പമില്ല, തുരുത്തി പൊടിഞ്ഞു നീയും പോക്കാം. അത് വരാതിരിക്കാൻ ഈ 5-ാമത്തെ രാത്രിയിൽ ഈ പുതുവീഞ്ഞ് പകരാൻ തടസ്സമായ ഏതെങ്കിലും ക്ലാവ്, ഏതെങ്കിലും അശുദ്ധി, സ്നേഹക്കുറവ്, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, അസൂയ, ഭിന്നത, വിടക്കുകണ്ണ്, ജാരശങ്ക, ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഈ പാത്രത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ആ വചനം കൊണ്ടൊന്ന് നന്നായി തേച്ചു മിഴക്കി ഒന്ന് ആത്മാവിനാൽ ഒന്ന് കഴുകി കളഞ്ഞ് നിന്റെ പാത്രം ഒന്ന് ശുദ്ധീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാഴമുള്ള കിണറാണ്, ഇതാഴമുള്ള കിണറാണ്. കർത്താവേ, നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ കോരുന്നത്? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ ആരാന്ന് നിനക്കിതുവരെ മനസ്സിലായില്ല. ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് വെള്ളം ചോദിച്ചേനെയും ഞാൻ നിനക്ക് തന്നേനെയും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെ, കൂടുതൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്ക് വല്ലതും അറിയാമോ? അവർ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കറിയാം, നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയാം, ബെയ്യൂസഭയിലാന്നൊക്കെ എല്ലാവരും പറയുന്നത്, ഇരമ്യാവാന്നും ഏലിയാവാന്നും ഏലിശിയാന്നും അല്ലെങ്കിൽ യോഹനാനാന്നൊക്കെ എല്ലാവരും പറഞ്ഞു, ഞങ്ങളും അഭിപ്രായക്കാരാണ്. പക്ഷെ ഒരുത്തൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് നീ ആരാണെന്ന് അറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം. ഓ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞ നിമിഷത്തിൽ കർത്താവ് പറഞ്ഞു, നീയാണ് ഭാഗ്യവാൻ, നീയാണ് ഭാഗ്യവാൻ. ലാസറിനെ ഉയർപ്പിച്ച താക്കോൽ നിന്റെ കൈ തരികയാണ്. നയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച താക്കോൽ നിന്റെ കൈ തരികയാണ്. ഓ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച താക്കോൽ നിന്റെ കൈ തരികയാണ്. ഇന്ന് രാത്രിയിൽ യേശു ഉപയോഗിച്ച അതേ താക്കോൽ ആത്മാവുള്ള നിന്റെ പക്കൽ ദൈവം ഏൽപ്പിക്കുകയാണ്. ക്രിസ്തു ഒറ്റ ഏറ്റുപറച്ചിലിൽ അവൻ ഭാഗ്യവാനായി മാറിയതുപോലെ ഇന്ന് രാത്രിയിൽ നീ ഒരു അടുത്ത ഭാഗ്യ ലെവലിലേക്ക് കയറുകയാണ്. നിന്റെ ഭാഗ്യം ഇവിടുത്തെ മെമ്പറടിക്കുന്നതല്ല കേട്ടോ, ലോട്ടറി അടിക്കുന്നതല്ല. നിന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അഭിഷക്തനായി ദൈവം വേദികളിൽ നിന്ന് വേദികളിലേക്ക്, സ്റ്റേറ്റുകളിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, നീ പാർക്കുന്ന പട്ടണത്തിൽ നീ ഒരു ചലനമായി മാറുന്നത് പോലെ, അതേ അനേകർക്ക് ഒരു വെളിച്ചം പകരുന്ന, നീ പോകുമ്പോൾ അത്രയല്ല ഇരുട്ടങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ മറ്റുള്ളവർ, നീ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ കുടുംബത്തിന് അന്ധകാരം പേടിച്ചിറങ്ങിപ്പോകുന്നത് പോലെയുള്ള ഒരു വലിയ അഭിഷേകത്തിലേക്ക് ദൈവം ചിലരെ നടത്താൻ പോകുന്നു. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് വളരെ സിൻസിയറായി, വളരെ ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ, നിങ്ങളുടെ സഭകളുടെ ആ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, പുതിയ ഏരിയകളിലേക്ക് ദൈവദാസൻ നെട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ, വാഹനം എടുത്ത് ആളുകളെ കയറ്റി ഒത്തിരി ത്യാഗപൂർണമായി വെച്ചും വിളമ്പിയും കൊടുത്തും സഹായിച്ചും വേല ചെയ്യുന്ന കാണുമ്പോൾ ഒരു പിതാവിന്റെ ഉള്ളിലെ സ്നേഹം എൻ്റെ ഉള്ളത്തിലുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ആശീർവദിക്കട്ടെ, ദൈവം പിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങൾ ഇവിടെ അറിയട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്നത് ഞങ്ങൾക്ക് കേട്ട് സന്തോഷിപ്പാൻ, അതെ, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവെന്നും വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നെന്നും ആത്മാവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നെന്നുമുള്ള വാർത്തകൾ കേൾക്കാൻ ഞങ്ങൾ വെമ്പൽ കൊല്ലുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ അസാധാരണമായൊരു ദൈവകൃപ വചനം അതിന്റെ ശക്തിയോടെ ചെറിയ ആഴത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ വെളിപ്പാട് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഓ, ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ഇങ്ങനെ അവസാനിക്കും
പ്രവർത്തിക്കത്തുള്ളൂ എന്നൊക്കെ പോലും പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചില്ലതിനെ ചില ആഴത്തിൽ നിന്ന് ആത്മാവ് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പുതിയ ലെവലിലേക്ക് ഇതിനത് കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. അല്ലെങ്കിൽ പത്രോസിന് ഒരു വെളിപ്പാടായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളത്. ഈ വെളിപ്പാട് പിതാവായ ദൈവമാണ് നിനക്ക് നൽകിയതെന്ന് കർത്താവ് പറയുന്ന രാത്രി നമ്മുടെ വെളിപ്പാടുകളുടെ തലമൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയുടെ തലമൊന്ന് തുറക്കട്ടെ. നമ്മൾ വ്യാപരിക്കുന്ന ആത്മശക്തി തലമൊന്ന് തുറക്കട്ടെ. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനേകർ സൗഖ്യമാകുന്നത്, വചനം കേട്ടോണ്ടിരുന്നപ്പോൾ അതിന്റെ വിടുതൽ ശരീരത്തിൽ അനുഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സകലത്തിനും കാരണഭൂതനും സകലത്തിനും ലാക്കുമാണ് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ക്രിസ്തുവാണ് കർത്താവേ. ഞങ്ങളത് ഏറ്റുപറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഉപവസിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസനോടും കുടുംബത്തോടും തന്റെ തലമുറകളോടും താൻ ചെയ്യുന്ന മിനിസ്ട്രിയോടും തന്നോട് കൂടെ ആത്മാർത്ഥമായി നിലകൊള്ളുന്ന സഭകളോടും വിശ്വാസികളോടും കൂടെ ഒരു വലിയ കൃപ വ്യാപരിക്കട്ടെ കർത്താവേ. അഭിഷേകത്തിന്റെ ആഴമായ ഒരു തലത്തിലേക്ക്, അതിന്റെ നീളം, വീതി, ആഴം, ഉയരം ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു ഭക്തന്റെ ഒറ്റ പ്രസംഗത്തിൽ 1,20,000-ത്തിലധികം ആളുകൾ നിനവിൽ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് മാനസാന്തരപ്പെട്ടതുപോലെ കർത്താവേ, ഒരു വലിയ ഉണർവ്, ലക്ഷങ്ങൾ കൃപയിലേക്ക് വരുന്ന ഒരു ഉണർവ്, ആഴത്തിൽ നിലവിളിച്ച് കരയ്ക്കുവന്ന് പ്രസംഗിച്ച യോനിയുടെ പ്രസംഗത്തിൽ ഉണ്ടായതുപോലെ ഒരു വലിയ ഉണർവ് ഈ ഉപവാസം കഴിയുമ്പോൾ അതേ ജർമ്മനിയിൽ പടരട്ടെ. അതേ കർത്താവ്, ജർമ്മനിയോട് സമീപത്ത് കിടക്കുന്ന പല രാജ്യങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാരും ഒരുപോലെ മടങ്ങുന്ന നസ്രയനായ യേശുവിൻ നാമം ചൊല്ലി നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ്. അടിയന്റെ മേൽ അങ്ങ് പകർന്ന അഭിഷേകത്തിന്റെ അതോറിറ്റിയിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ബലഹീനർ ശക്തി പ്രാപിക്കട്ടെ, അഭിഷേക പുതുക്കം അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.